നമസ്കാരം. ടെലിവിഷൻ മിമിക്രി താരം അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഏറെ പ്രശസ്തയാണ്. ഭർത്താവിന്റെ മരണശേഷം ഫോട്ടോഷൂട്ടുകളിലും റീൽസുകളിലും ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ടതും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചതും രേണുവിനെതിരെ സൈബർ ആക്രമണം ശക്തമാകാൻ കാരണമായി. അതേസമയം വലിയ സൈബർ ആക്രമണത്തിന് വിധേയമാകുമ്പോഴും ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ നേടാനും രേണു സുധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദാസേട്ടൻ കോഴിക്കോട് എന്ന യൂട്യൂബർക്കൊപ്പമുള്ള വീഡിയോയിലെ ഇഴുകിച്ചേർന്നുള്ള അഭിനയമാണ് വിമർശനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. ഭർത്താവ് മരിച്ച ശേഷം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പേരിലാണ് രേണു രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നത്. നിരവധി ഫോട്ടോഷൂട്ടുകളിലും റീൽസുകളിലും പ്രത്യക്ഷപ്പെട്ട രേണു സുധി ഇപ്പോൾ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിക്കുന്നതിന്റെ തിരക്കിലാണ്. തൻസീർ കുത്തുപറമ്പ് സംവിധാനം ചെയ്യുന്ന വെബ് സീരീസിലാണ് രേണു ഇപ്പോൾ അഭിനയിക്കുന്നത്. ആറാട്ടണിന് ശേഷം തിയേറ്ററിന് മുന്നിൽ നിന്നുള്ള സിനിമാ നിരൂപണത്തിലൂടെ വൈറലായ അലൻ ജോസ് പെരേരയും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന പ്രതീഷുമായുള്ള വീഡിയോകൾ ഇതിനകം സൈബറിടത്ത് വൈറലായിരുന്നു. ഭാര്യയും ഒരു കുഞ്ഞുമുള്ള പ്രതീഷിന്റെ കുടുംബം രേണു തകർക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ കമന്റ് ബോക്സിലെ വിമർശനങ്ങൾ. ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി രേണു സുധിയും പ്രതീഷും ഒരുമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. രേണു കാരണം പ്രതീഷിന്റെ കുടുംബജീവിതം തകരുമെന്ന് വിമർശിക്കുന്നവർക്കുള്ള മറുപടിയും ഇവർ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ഒരുപാട് പേർ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ടെന്ന് പ്രതീഷ് പറഞ്ഞു. ഒരു സിനിമയിലാണ് അഭിനയിക്കുന്നതെങ്കിൽ ഡയറക്ടർ കെട്ടിപ്പിടിച്ച് അഭിനയിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ലെന്ന് പ്രതീഷ് പറഞ്ഞു. ഭാര്യയും അമ്മയും അച്ഛനും ഉൾപ്പെടെ എല്ലാവരും നല്ല പിന്തുണയാണ് എനിക്ക് നൽകുന്നത്. ഞങ്ങളുടേത് ലവ് മാരേജ് ആണ്. ഞാൻ സിനിമയിൽ എത്തിച്ചേരണമെന്ന് ഭാര്യയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. രേണു ചേച്ചിയെ അവൾക്ക് നന്നായി അറിയാം. ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. രേണുവുമായി അഭിനയിച്ചതോടെ എന്റെ സമയം തെളിഞ്ഞതായും പ്രതീഷ് പറഞ്ഞു. പ്രതീഷുമായി അഭിനയിക്കുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആണെന്ന് രേണു പറയുന്നു. കെട്ടിപ്പിടിച്ച് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നവർ വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ഉള്ളിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ പോലും അഭിനയം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. സിനിമയിലെ നടിമാർ വയറൊക്കെ കാണിച്ച് അഭിനയിക്കുമ്പോൾ അത് നെഗറ്റീവായി ആരും കാണുന്നില്ലെന്നും തന്റെ ഫോട്ടോഷൂട്ടുകൾ മാത്രമാണ് വിമർശനത്തിന് വിധേയമാകുന്നതെന്നും രേണു പറയുന്നു. പാലക്കാട് ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സിനെതിരെ ഒരുപാട് പേർ കമന്റ് ചെയ്തു. മുകളിൽ നിന്നൊക്കെയാണ് ക്യാമറ ഷൂട്ട് ചെയ്തത്. രേണു സുധി കാണിച്ചു തുടങ്ങിയെന്ന ടൈറ്റിലാണ് കമന്റുകൾ വന്നത്. ഈ കമന്റുകൾ തന്നെ നിരാശപ്പെടുത്തിയില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു.